റവാദ എ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചതിന് പിന്നാലെ CPM-ലെ ഭിന്നതയും പുറത്തു വരികയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാദ ചന്ദ്രശേഖരന്റെ പങ്ക് ഓർമ്മിപ്പിക്കുകയാണ് P. ജയരാജൻ. നിയമനം ന്യായീകരിക്കാൻ CPM-ന് വിയർപ്പൊഴുക്കേണ്ടി വരും. 1994 നവംബർ 25 CPI-ന് മറക്കാനാകില്ല. കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 പേർ മരിച്ചതും അന്നാണ്. പുഷ്പനെ പോലെ നിരവധി പേർക്ക് പരിക്കുമേറ്റു. അന്ന് വെടിവെപ്പിന് നേതൃത്വം നൽകിയ തലശ്ശേരി ASP രവാഡ ചന്ദ്രശേഖർ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി. രവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയതും 2012 ഹൈക്കോടതി റദ്ദാക്കിയതും പഴങ്കഥ. പക്ഷേ ചിലരെങ്കിലും അക്കാലം മറക്കില്ല. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ നിയമനത്തിലെ അതൃപ്തി പരസ്യമാക്കി. അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSP-യുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത്. ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം, അതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. വെടിവെപ്പിന് 2 ദിവസം മുൻപ് മാത്രം ASP-ആയി ചുമതലയേറ്റ രവാഡ ചന്ദ്രശേഖരനെ വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ ആരോപണമുക്തനാക്കിയിരുന്നു. പ്രതിപട്ടികയിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കിയത് 2012-ലും. CPIM മനമാറ്റം നേരത്തെ തുടങ്ങിയിരുന്നു. DYFA പ്രവർത്തകർ അന്ന് തടഞ്ഞ MV രാഘവൻ ജീവിതാന്ത്യത്തിൽ CPIM-ന് പ്രിയങ്കരനായി. മകൻ MV നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുമായി. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയും. ന്യൂസ് ഡെസ്ക് 24.